കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. റാഫേൽ ഒഫൻസീവായ ഓപ്പറേഷൻ ഇസ്രായേൽ ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ വളരെ മോശമായി നടക്കാൻ തുടങ്ങിയാൽ, ഞങ്ങൾ ഇസ്രായേലിന് ഒഫൻസീവ് ചെയ്യാൻ ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനിൽ നിന്നും ഒരു അറിയിപ്പ് പുറത്തു വന്നു. ഇന്ന് അതിന് ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുഖത്തടിച്ചതുപോലുള്ള ഒരു മറുപടി കൊടുത്തു. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കില്ല. ഞങ്ങളുടെ ടാർഗറ്റ് ഹമാസ് മാത്രമല്ല, ഹിസ്ബുള്ളയെയും ഞങ്ങൾ നശിപ്പിക്കുന്നത് വരെ. കാരണം ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിലെ പ്രശ്നം ഇപ്പോൾ ഗാസയിൽ നിന്ന് പോകുന്നു എന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള എസ്കലേഷൻ ഇപ്പോഴും ഈ രണ്ട് നാടുകൾക്കും ഇടയിൽ നടന്നിട്ടില്ല. ഈ സമയത്ത് ഇസ്രായേലിൽ നിന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെ ഭയം കൂട്ടിയിട്ടുണ്ടെന്ന് പറയാം. കൂടാതെ പുടിൻ ഈ വിക്ടറിയുടെ പരേഡിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞങ്ങൾ വേൾഡ് വാർ 3 ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഞങ്ങൾ ഈ വേൾഡ് വാർ 3ക്ക് റെഡി ആയിരിക്കുകയാണ് എന്ന് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം, അർമേനിയയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യം. അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ പോലും റഷ്യ അർമേനിയയ്ക്ക് സപ്പോർട്ടായി പല കാര്യങ്ങൾ ചെയ്തു. സോവിയറ്റ് റഷ്യ നശിച്ചതിന് ശേഷം 1990 മുതൽ റഷ്യൻ ട്രൂപ്സ് ഈ അർമേനിയയിലുണ്ട്. ഇപ്പം അർമേനിയയുടെ 75% സ്ഥലങ്ങളിൽ നിന്ന് ഏത് സ്ഥലങ്ങളൊക്കെയാണോ റഷ്യൻ ട്രൂപ്സ് ഉള്ളത് അവരെ എല്ലാവരെയും വിഡ്രോ ചെയ്യാൻ പോകുന്നുവെന്ന് റഷ്യയിൽ നിന്നൊരു അറിയിപ്പ് വന്നു. ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർ ചിന്തിച്ചത്, അർമേനിയയ്ക്കും അസർബൈജാനും ഇടയ്ക്കുള്ള ഈ ഒരു യുദ്ധം നടന്നപ്പോൾ റഷ്യയെ കൊണ്ട് ശരിയായ സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ തിരക്കിലായതുകൊണ്ട് തന്നെ അർമേനിയയ്ക്ക് ആവശ്യമായ സഹായം റഷ്യയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അർമേനിയ റഷ്യയെ വിട്ട് മാറിപ്പോകുന്നു എന്നും പറയുന്നു. എന്നാൽ റഷ്യ ഇതിന് തിരികെ കൊടുത്തൊരു വിശദീകരണം, ഈ ഒരു സമയത്ത് അർമേനിയയ്ക്ക് വലിയ ഭീഷണി ഉള്ളതായി തോന്നുന്നില്ല, അതുകൊണ്ട് അവിടെയുള്ള സൈനികരുടെ എണ്ണം കുറയ്ക്കുക എന്നതല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് മുഴുവനായും പുറത്തേക്ക് വരുന്നില്ല. തുർക്കി, ഇറാൻ ഭാഗത്തുള്ള ഞങ്ങളുടെ സോൾജിയേഴ്സിനെ ഞങ്ങൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ളവരുടെ എണ്ണം മാത്രമേ കുറച്ചിട്ടുള്ളൂ എന്ന ഒരു വിശദീകരണം കൊടുത്തു. ഇതിനിടയിൽ ഉക്രൈൻ്റെ അഗ്രികൾച്ചർ മിനിസ്റ്ററെ ഇന്ന് ഫയർ ചെയ്തു. പല അഴിമതി കുറ്റങ്ങൾ അയാളിൽ ചുമത്തിയിട്ടുണ്ട്. വളരെ പ്രധാനമായി ഈ ബ്ലാക്ക് സീ ഗ്രെയിൻ ഡീൽ എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ ബ്ലാക്ക് സീ പോർട്ട് റഷ്യ ബ്ലോക്ക് ചെയ്തിട്ട് ഉക്രൈനെ ധാന്യം കയറ്റുമതി ചെയ്യാൻ അനുവദിക്കാതെ പിന്നീട് ധാന്യം കയറ്റുമതി ചെയ്യാനുള്ള ഒരു ഡീലിലേക്ക് വന്നു. അതിനുശേഷം ഉക്രൈനും ചില കയറ്റുമതികൾ ചെയ്തു. ഇതിനിടയിൽ ഉക്രൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു ധാന്യം, കാരണം ഉക്രൈൻ എന്നത് യൂറോപ്പിന്റെ ഒരു വീറ്റ് ബോണാണ്, ലോകത്തിന്റെ 10% ഗോതമ്പും ഉക്രൈനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉക്രൈനിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ പ്രശ്നം തുടങ്ങിയതിന് ശേഷം അധികമായി അവരെ കൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ലാൻഡ് റൂട്ട് വഴിയാണ്. ബ്ലാക്ക് സീ ആക്സസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അടുത്തുള്ള പോളണ്ട്, റൊമാനിയ നാടുകൾക്ക് ലാൻഡ് റൂട്ട് വഴി ഇവരുടെ ഈ ധാന്യം അയച്ച് കുറഞ്ഞ വിലയിൽ കൊടുത്തിട്ട് അതിനുശേഷം മറ്റ് നാടുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവർ ചെയ്യുന്നത് ഇങ്ങനെ തൊട്ടടുത്ത നാടുകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഇവരെ കൊണ്ട് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അത്രയും വില കുറച്ചു കൊടുക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുകയും ഒരു പ്രത്യേക തുക ഷെയർ വാങ്ങി വളരെ കുറഞ്ഞ വിലയ്ക്ക് തൊട്ടടുത്ത നാടുകളിൽ കൊടുത്ത് വലിയ അഴിമതി ചെയ്തു. ഇത് കണ്ടുപിടിച്ചിപ്പോൾ ഇയാളെ ഫയർ ചെയ്തു. ഇതിന് ഉക്രൈൻ പറഞ്ഞ വിശദീകരണം എന്താണെന്ന് അറിയില്ല. അടുത്ത കാര്യം റഷ്യയെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. നാറ്റോ ഒരു ഡ്രില്ലിനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു റഷ്യയെ ചുറ്റി. അടുത്തിടെ നടന്ന ഡ്രില്ലിനെക്കാട്ടിലും വളരെ വലിയൊരു ഡ്രില്ലിന് നാറ്റോ റഷ്യൻ ബോർഡറിനെ ചുറ്റി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിപ്പോൾ റഷ്യ കൊടുത്തിരിക്കുന്ന മറുപടി, ഞങ്ങളും ബെലറസിൽ റഷ്യയുടെ ട്രൂപ്സ് ഉണ്ട്. പ്രാക്ടിക്കലായി നോക്കിയാൽ ബെലറസും ഒരു ന്യൂക്ലിയർ കൺട്രിയാണ്. അവരുടെ പക്കൽ റഷ്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് വാങ്ങി സ്റ്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇതിനുശേഷം ഒരുപാട് ഡ്രിൽസ് നടത്തും. ന്യൂക്ലിയർ വാർ ഹിറ്റ്സ് ക്യാരി ചെയ്യുന്ന മിസൈൽസ് ലൈവ് ഫയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഈ ഡ്രില്ല് ഞങ്ങൾ നടത്തുമെന്ന് നാറ്റോയ്ക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതുകൂടാതെ ഇന്നലെ നടന്ന റഷ്യയുടെ വിക്ടറി ഡേ പരേഡിൽ പുടിൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ലോകയുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ നശിപ്പിച്ചത് റഷ്യയാണ്. ആ ഒരു സമയത്ത് റഷ്യയ്ക്ക് എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട്, അത് കാരണം എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഈ ലോകയുദ്ധം 2 കാരണം ഈ ലോകം മുഴുവനും ഒരുപാട് നഷ്ടമുണ്ടായി, ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതിനാൽ ലോകത്തിലെ മറ്റു നാടുകൾ പറയുന്നത് പോലെ ആരെയും പരിഗണിക്കാത്ത ഒരു നാടൊന്നുമല്ല ഞങ്ങളുടേത്. ലോകം സമാധാനമായിരിക്കണം, എല്ലാവരും വളരെ സമാധാനത്തോടു കൂടി ജീവിക്കണം. എല്ലാ നാടുകളും ഒന്ന് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. പക്ഷേ എന്നും കരുതി നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ വേൾഡ് വാർ 3 ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ അതിന് റെഡിയാണ്. ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങൾ ഞങ്ങളെ തള്ളി കോർണർ ചെയ്താൽ ഞങ്ങൾ ആ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുമെന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ 3ാം ലോക മഹായുദ്ധം തുടങ്ങി വയ്ക്കില്ല, എന്നാൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു ലോകയുദ്ധം നടത്താൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് ഇൻഡയറക്റ്റായി വലിയൊരു വാർണിംഗ് നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും കൊടുത്തു. അടുത്ത ഇസ്രായേലിനെ കുറിച്ചുള്ള കാര്യമാണ്.
ഇന്നലെ ഞാൻ പറഞ്ഞു അമേരിക്ക ഇസ്രായേലിന് ഒഫൻസീവായ വെപ്പൺസ് കൊടുക്കുന്നതിനെക്കുറിച്ച്. ഇതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാരണം റാഫേൽ 1 മില്യൺ പീപ്പിൾ കൂടുതൽ ആ ഒരു സ്ഥലത്ത് അന്തേവാസികളായി താമസിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ ഇസ്രായേൽ പറഞ്ഞതിൽ പല എതിർപ്പുകൾ വന്നു. ആ ഒരു പ്രഷറിനെ എങ്ങനെയെങ്കിലും മറികടക്കാൻ അമേരിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞതും ലോകനാടുകൾ പല എതിർപ്പ് കാണിച്ചു. ഇതിനെ എങ്ങനെയെങ്കിലും മറികടക്കാനാണ് അമേരിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഇതിന് ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളുടെ ശത്രുക്കൾ ആര്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആര് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അമേരിക്ക ആയുധങ്ങൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ അവരുടെ പക്കൽ നിന്നും ഒഫൻസീവ് വെപ്പൺസ് വരാൻ താമസമായാലും പ്രശ്നമില്ല. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക: ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റിന് ആരെല്ലാം എതിരാണോ, ഗാസയിലുള്ള ഹമാസ് ആയാലും അല്ലെങ്കിൽ ലെബനിലുള്ള ഹിസ്ബുള്ള ആയാലും, ഇവരെല്ലാവരെയും നശിപ്പിക്കുന്നതുവരെ ഞങ്ങളുടെ ഈ ഒരു യുദ്ധം അവസാനിക്കില്ല എന്ന് ഡയറക്റ്റ് അമേരിക്ക പറഞ്ഞതിന് ഓപ്പോസിറ്റായി ഒരു മറുപടി കൊടുത്തു ഇസ്രായേൽ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ടത് അവസാനിപ്പിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് മുഖത്തടിച്ചതുപോലെ ഒരു മറുപടി കൊടുത്തു. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു: ഞങ്ങളെ ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ തടയണം എന്ന് വിചാരിച്ചാൽ പോലും അത് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾക്കായുള്ള വിജയത്തെ നോക്കി ഞങ്ങൾ യാത്ര ചെയ്യുകയാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇതിനിടയിൽ അമേരിക്കയിലെ യുദ്ധക്കപ്പൽ തായ്വാൻ അടുത്ത് സ്റ്റേഷൻ ചെയ്തിട്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചു. തായ്വാന്റെ കോസ്റ്റിൽ നിന്നും ചില നോട്ടിക്കൽ മൈൽസ് ദൂരത്തിൽ നിന്ന് വളരെ ക്ലോസ് ആയ റീജിയണിൽ ചൈനയുടെ യുദ്ധക്കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ ഒരു സമയത്ത് വിചാരിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ തായ്വാന്റെ കടൽക്കരയിൽ പോലും വന്നിരിക്കാം. എന്നാൽ അവർ അത് ചെയ്യാതെ ഒരു സർവൈലൻസ് ഓപ്പറേഷൻ പോലെ ഒരു പ്രത്യേക ഡിസ്റ്റൻസിന് ശേഷം യു ടേൺ ചെയ്ത് തിരികെ പോയി. ചൈന തായ്വാൻ കാര്യത്തിൽ എന്തോ ഒന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്ക ഒരു അറിയിപ്പ് കൊടുത്തു. അടുത്തത് ഒരു ആസ്ട്രോയിഡിനെ കുറിച്ചുള്ള ന്യൂസാണ്. ആസ്ട്രോയിഡ് 2024 JZ. ഇത് ഈ വർഷത്തിന്റെ അവസാനത്തിനുള്ളിൽ നമ്മുടെ ലോകത്തിന്റെ വളരെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നു. ഇതിൽ എന്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തേക്ക് നമ്മൾ സമാധാനപ്പെടേണ്ട ഒരു കാര്യം, ഇത് പല മില്യൺ കിലോമീറ്റർ എർത്തിനെ പാസ് ചെയ്ത് പോകുന്നു. അതുമാത്രമാണ് നല്ല കാര്യം. ഇതെന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നുവെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സൈസ് എന്നത് ഈജിപ്തിലെ ഗ്രേറ്റ് പിരമിഡ് അതിൻ്റെ സൈസിനുണ്ടാകും ഈ ഒരു ആസ്ട്രോയിഡ് മാത്രം. ഈ ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭൂമി അതിൽ നിന്നും രക്ഷപ്പെടില്ല എന്ന് വലിയൊരു അറിയിപ്പ് നാസ കൊടുത്തു. എന്നാൽ ഇത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് അടുത്തുപോലും വന്നിട്ടില്ല. പല മില്യൺ കിലോമീറ്റർ ദൂരത്തിൽ ഇത് കടന്നു പോയാൽ കൂടിയും ഭൂമിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു അറിയിപ്പ് കൊടുത്തതാണ്. ഒരു പക്ഷേ അതിൻ്റെ പാത മാറിയാൽ അല്ലെങ്കിൽ ഭൂമിക്ക് അടുത്ത് വരേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് നാസ നിരീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. വേൾഡ് വാർ 2 കുറിച്ച് റഷ്യ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇസ്രായേൽ അമേരിക്കയ്ക്കെതിരെ ഒരുപാട് സംസാരിച്ചു, ഇപ്പോഴും സംസാരിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.